കേൾക്കൂലേ നിനക്ക് പറഞ്ഞാല്? കുറച്ചൊക്കെ ഒരു ബോധം വേണം, നിങ്ങൾക്ക് കുറെ ബോധം വേണം. നീ ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടോ? എന്ത് തിരിച്ചറിവ്? വീട്ടിലും ആൾക്കാർ വർത്താനം പറയുന്നത്. അതെ, ഞാൻ നിന്റെ കാര്യമാണ് പറഞ്ഞത്, വന്ന ആൾക്കാരുടെ കാര്യമല്ല. എനിക്കെന്താ? നീ എന്നെ പോലെ ഒരു പ്രഭുവിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഞാൻ എന്ത് ചെയ്തതിന്? എന്ത് ചെയ്തു? അവിടെ നിന്ന് ആരാന്നറിയാമോ? അത് പാർട്ടിയിൽ പുതിയ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന ഒരു അണിയാണ്. അതിന് അയാളെ നോക്കിയാൽ ചിരിച്ചു കാണിച്ചല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? ചിരിച്ചതോ? ഇങ്ങനത്തെ വൃത്തിയായിട്ട ഈ കോലത്തിലൊക്കെ അയാളുടെ മുമ്പ് കൂടെ വന്ന അയാൾ എന്ത് പറയാം. അവൻ ഇനി പോയി 10 ആളുടെ അടുത്ത് പറയില്ലേ അവൻ ഈ മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചാലോ? അയ്യേ, ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് ആൾക്കാരൊക്കെ ഉള്ള ആളാണെന്നൊക്കെ വിചാരിച്ച അത് മറ്റേ എവിടെ പോയതാന്ന ക്ലിറ്റന്റെ വിചാരം? നീ എവിടെ പോയാലും പോയി വരുമ്പോ ഒരു വൃത്തി മെനയോട് കൂടി വരണ്ടേ? ഈ ഷർട്ടും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട ആൾക്കാർ നിനക്ക് പുറകെ വശത്തോട് കയറി വന്നുകൂടായിരുന്നോ? ഞാനൊരു കാര്യം ചെയ്യും, നാളെ മുതൽ ഇവിടുന്ന് പുറത്തിറങ്ങാതിരിക്കാം. നിങ്ങൾ കുടുംബത്തിലെ കാര്യം നോക്കോ? എനിക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ ഉള്ളൂ. തുടങ്ങി എന്തേലും പറഞ്ഞ ഉടനെ കുടുംബത്തിലെ കാര്യത്തിലേക്കായി. പിന്നല്ലേ നിങ്ങൾ ചെയ്യാത്തോണ്ട് ചെയ്യാൻ വേണ്ടി പോണതാ ഞാൻ, നിങ്ങൾക്കും കൂടി വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്താലും ഞാൻ പറയണത് കുറച്ചൊക്കെ ഒരു വൃത്തിയായിട്ട് നിന്നൂടെ നിനക്ക്? ഈർത്ത് കുളിച്ച് ആ കോലത്തിൽ അയാളെ വേർത്ത് കുളിക്കും ക്ലിറ്റോ, പണിയെടുക്കാൻ പോയാൽ വേർത്ത് കുളിക്കൊക്കെ ചെയ്യും. നിങ്ങൾ മേലെ എങ്ങാതെ ഇവിടെ നിന്ന് തിന്നണ്ടെന്ന് എന്റെ കൂടെ വന്ന ആ 2 പെണ്ണുങ്ങൾ അവർക്ക് ഇത്രയും ഇതില്ലല്ലോ, അവർ കുറെ കൂടെ വൃത്തി. അത് തന്നെ പറഞ്ഞ അവർ നടക്കണോ? സ്വർണ്ണവും മാലയും ഒക്കെ കിട്ടുന്ന പൈസക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം. ഞാനോ? അപ്പൊ എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. നീ ദൂർത്തടിച്ചോ? നീയായിട്ട് കുറയ്ക്കണ്ട. ദൂർത്തടിക്കാൻ എന്റെ എവിടെ നിന്ന് കിട്ടും? എന്തായാലും പറഞ്ഞ ഉടനെ അങ്ങ് തുടങ്ങിക്കോണം. പിന്നെ ചെലവായി, പിന്നെ തിന്നണ കാര്യമായി, അത് ഇതായി. ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കുന്നില്ല. പ്രശ്നം ഉദ്ദേശിച്ചത് തന്നെയാണ്. എന്റെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കുന്ന കാര്യമല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഭാര്യയെന്ന് എനിക്ക് ഒരാളോട് പരിചയപ്പെടുത്തുമ്പോ എന്റെ ഭാര്യ അതിന്റെ വൃത്തിക്കും ആ ഇതിലായിട്ട് നിൽക്കണം. അല്ലാതെ ഒരുമാതിരി കോലം കെട്ടി നാണക്കേടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പോ നമ്മളൊന്ന് വിലയിരുത്തൂലേ അവര്. ഇനി മുതല് തങ്കം പണിക്ക് പോയിട്ട് നിങ്ങൾ ജീവിക്കുമെന്ന് വിചാരിക്കാം. വേണ്ടടി, നീ ഇനി ഞാൻ ഇവിടെ ഒന്നും തിന്നുന്നില്ല. പ്രശ്നം തീരുമല്ലോ. നിനക്ക് അതാണല്ലോ നിന്റെ പ്രശ്നം. എന്ത് പറഞ്ഞാലും അതങ്ങ് തിന്നുന്നില്ല. ഓ എന്റെ പൊന്നെ, എന്റെ ചോര കൊണ്ട് നിങ്ങൾ തിന്നണ്ട. എനിക്ക് വേണ്ട, ഞാനൊന്നും തിന്നാൻ നിൽക്കില്ല. പട്ടണി കിടന്ന അതിൽ അന്തസ്സുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെയല്ലോ. ഞാൻ ഇനി ഫോണും ചാർജ് ചെയ്യുന്നില്ല.